ഞാൻ മാസ്റ്റർ കീ അക്കാഡമിയിലാണ് ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ കോഴ്സിന് വേണ്ടി ജോയിൻ ചെയ്ത് പഠിച്ചത്. ബെസ്റ്റ് കോച്ചിങ് ആണ്, നല്ല ടീച്ചേഴ്സ് ആണ്, നല്ല റിസർച്ച് ടീം ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവരുടെ പുറകിൽ ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ അംബിഷൻസ് ഒക്കെ ഫുൾഫിൽ ചെയ്യാനായിട്ട് മാസ്റ്റർ കീ അക്കാഡമി നിങ്ങളെ എന്തായാലും ഹെൽപ്പ് ചെയ്യും. എന്റെ പേര് പ്രിൻസി എന്നാണ്. എന്റെ വീട് തൃശ്ശൂരാണ്. അപ്പൊ ഞാൻ ഈ ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിൽ ഇപ്പൊ റാങ്ക് 4 വന്നിരിക്കുന്ന കാൻഡിഡേറ്റ് ആണ്. ഇവിടെ മാസ്റ്റർ കീ അക്കാഡമിയിൽ ഏകദേശം ഈ കോഴ്സിന് വേണ്ടി 4th ബാച്ചിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ആളായിരുന്നു. ഞങ്ങൾ ഇപ്പൊ സെറ്റിൽ ചെയ്തിരിക്കുന്നത് മാംഗ്ലൂർ ആണ്. ഹസ്ബൻഡിന്റെ പേര് അനൂപ്. ഇവിടെ വർക്ക് ചെയ്യാണ് ബാങ്കിൽ. സന്തോഷമുണ്ട്. കാരണം നാലാമത്തെ ബാച്ചിൽ പഠിച്ചിട്ട് നാലാമത്തെ റാങ്കിന് കിട്ടി. ഓക്കെ, ഒരുപാട് ഒരുപാട് സന്തോഷം ഞങ്ങൾക്കുണ്ട്. ഒന്നാമത് നിങ്ങളുടെ മിസ് പഠിച്ചത് എവിടെയൊക്കെയായിരുന്നു പഠിച്ചത്? ഞാൻ ബയോടെക്നോളജി ആണ് എന്റെ മെയിൻ സബ്ജക്ട്. ഡിഗ്രി പഠിച്ചത് കോയമ്പത്തൂരാണ്. PG ചെയ്തത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലാണ്, കോട്ടയം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി. ഞാൻ ഇടയ്ക്ക് കുറച്ച് വർക്കൊക്കെ ചെയ്തു. PhD ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇപ്പോഴാണ് ഞാൻ ഇതിനു വേണ്ടി ട്രൈ തുടങ്ങിയത്, PSCക്ക് ട്രൈ ചെയ്തത്. അപ്പോഴാണ് ബയോടെക്നോളജിയിൽ വളരെ കുറഞ്ഞ പോസ്റ്റുകളാണ് കേരള PSC കോൾ ഫോർ ചെയ്യാറുള്ളൂ, ക്വാളിഫിക്കേഷൻ സ്പെസിഫിക് ആയിട്ട്. അപ്പൊ ഇത് വൺ ഓഫ് ദം ആയിരുന്നു. അപ്പൊ ഇതാണ് ആദ്യം എനിക്ക് കിട്ടിയത്. അപ്പൊ പഠിക്കാമെന്ന് വിചാരിച്ച് അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ തന്നെ വിചാരിച്ചിട്ട് എടുത്തതാണ്. ഹെൽപ്പ് ഉണ്ടായിരുന്നു, അതിനാണ് സപ്പോർട്ട് തന്നെ വേണമെന്ന് വിചാരിച്ച്. കാരണം എന്തായാലും ഞാൻ ഇതിനു വേണ്ടി ട്രൈ ചെയ്യാന്ന് തന്നെ ഡിസൈഡ് ചെയ്തതാണ്. അപ്പൊ അങ്ങനെ ഫസ്റ്റ് വന്നത് ഈ പോസ്റ്റ്, അതിനു വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്തു. സന്തോഷമുള്ള കാര്യം, ഞാൻ പ്രിൻസി ഇന്നലെ വിളിച്ച് കൺഗ്രാറ്റ് പറയാൻ വിളിച്ചത് എന്നോട് പറഞ്ഞ കാര്യം സാറിനെ വിളിക്കാൻ ഇരിക്കുമായിരുന്നു. എനിക്ക് അറ്റൻഡ് സർവീസ് ജോയിൻ ചെയ്യണമെന്ന്. അപ്പൊ അതെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം എന്തായാലും ഫുഡ് സേഫ്റ്റി ഓഫീസർ ജോലി ഉറപ്പായിട്ട് കിട്ടും. അപ്പൊ എന്നിട്ട് പോലും അടുത്തൊരു ആഗ്രഹം വന്നേക്കാണ് സാർ, എനിക്ക് മാസ്റ്റർ കെ അക്കാഡമി അസിസ്റ്റന്റ് സയന്റിസ്റ്റിന് വേണ്ടി പഠിക്കണമെന്ന്. കാരണം അത് ഒരുപാട് അതെ. ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ എന്താണ് അടുത്ത ഇനി പഠിക്കാൻ മാസ്റ്റർ അത് സയൻസ്? നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരിക്കുമല്ലോ. ആഗ്രഹമായിരിക്കുമല്ലോ, ഒരു ഒരു നമ്മൾ പഠിച്ച ഫീൽഡിൽ കുറച്ചും കൂടെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത്. ഒരു അതെ. എത്രയായാലും പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഓപ്ഷൻസ് ട്രൈ ചെയ്യുമ്പോൾ ഓരോന്ന് വരുന്നത് നമുക്ക് പറ്റുന്ന കാലം വരെ ഒരു ഏജ് ലിമിറ്റ് എന്നുള്ളൊരു ബാർ ഉണ്ട്. അതുവരെ ട്രൈ ചെയ്തോണ്ടിരിക്കുക എന്നുള്ളതാണല്ലോ. ഫുഡ് സേഫ്റ്റി ഓഫീസറിന് നോട്ടിഫിക്കേഷൻ വന്നു. നന്നായിട്ട് പഠിക്കണമെന്ന് ആ, ആഗ്രഹം തോന്നി. അപ്പൊ എങ്ങനെയായിരുന്നു പഠന രീതി, എങ്ങനെയായിരുന്നു? പഠന രീതി ഞങ്ങൾ ഇവിടെ തനിയാണ് സ്റ്റേ ചെയ്യുന്നത്. അതായത് ഞാനും ഹസ്ബൻഡും മോനും മാത്രമേ ഉള്ളൂ. മോൻ ചെറുതാണ്. അപ്പൊ അവനുള്ളപ്പോ എനിക്ക് അങ്ങനെ പഠിക്കാൻ ടൈം ഡെഡിക്കേറ്റഡ് ആയിട്ടൊന്നും പറ്റില്ല. അപ്പൊ പഠിച്ചുകൊണ്ടിരുന്നത് ഒന്ന് കാലത്ത് വളരെ നേരത്തെ എണീക്കും. ഒരു 5 o'clock ഒക്കെ ആകുമ്പോ എണീക്കാൻ ട്രൈ ചെയ്യും. അപ്പൊ ആ ഒരു കുറച്ച് ടൈം കിട്ടും. പിന്നെ രാത്രി അവൻ ഉറങ്ങിയതിന് ശേഷം ഇത്രയാണ് ഞാൻ അങ്ങനെ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് സ്പെൻഡ് ചെയ്തിരുന്ന ടൈം. അതായത് ഇപ്പൊ എന്തെങ്കിലും കോൺസെപ്റ്റ് കുറച്ച് ഇതിലെ ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്ട്സും ഞങ്ങൾക്ക് സയൻസ് ബേസിക്സ് ഉണ്ട് എന്നല്ലാതെ നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് അറിയാത്ത സബ്ജക്ട്സ് ഇതല്ലായിരുന്നു. ഫുഡ് ടെക്നോളജി, ഡയറി ടെക്നോളജി, അഗ്രികൾച്ചർ സയൻസസ്, ഇതൊക്കെ ഈ ടോപ്പിക്സ് ഒക്കെ, ഫുഡ് ലോ. അപ്പൊ ഇതെല്ലാം എനിക്ക് എനിക്ക് കുറച്ച് ബേസിക് തൊട്ടിട്ട് എനിക്കൊന്ന് അറിഞ്ഞാൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തന്നെ തോന്നിയിട്ട് അപ്പൊ കാലത്ത് വൈകുന്നേരം കുറച്ച് സമയം അതിനു വേണ്ടി മാറ്റി വെക്കുമായിരുന്നു. പിന്നെ ക്ലാസ്സസ് ഒക്കെ ഞാൻ ഇങ്ങനെ ഹെഡ്ഫോൺ വെച്ച് മോനായിട്ട് കളിക്കുമ്പോഴും അതുപോലെ കുക്കിംഗ് ചെയ്യുമ്പോഴും ഒക്കെ അങ്ങനെയാണ് ക്ലാസ്സസ് ഒക്കെ കേട്ടോണ്ടിരുന്നത്. പിന്നെ അങ്ങനെ ചിലപ്പോ ഇപ്പൊ എങ്ങനെയായാലും ഒരു ഫാമിലി ലൈഫ് ഉണ്ടാവുമ്പോ കുറച്ച് ബ്രേക്സ് ഒക്കെ എന്തായാലും വരും. അപ്പൊ അങ്ങനെയുള്ള ബ്രേക്സും എനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ പരീക്ഷയുടെ അടുത്ത ദിവസങ്ങളിൽ ഞാൻ കുറച്ചും കൂടെ ആഹ് എന്താ പറയാ, കുറെ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ഇതിനു വേണ്ടി തന്നെ ഇരുന്നിട്ടുണ്ട്. ആദ്യമൊക്കെ ഇതുപോലെ കുറച്ച് പഠിക്കും, കുറച്ച് ബ്രേക്ക് വരും, കുറച്ച് പഠിക്കും, അങ്ങനെയായിരുന്നു. പഠിക്കുന്ന പലരുടെയും പ്രശ്നമാണ് സാറേ. വീട്ടിൽ ഫാമിലിയാണ്, കുട്ടികളെ നോക്കണം, ഒരുപാട് ഉം. പറയിപ്പിക്കും. അതാണ് ഇന്റർവ്യൂ ഭയങ്കര മോട്ടിവേഷൻ ആണ്. ഇപ്പൊ ഇന്റർവ്യൂ കാണുമ്പോൾ തന്നെ, ഫ്യൂച്ചർ ഇന്റർവ്യൂ കാണുമ്പോൾ തന്നെ അറിയാം കുട്ടികള് അമ്മയാണ്. അപ്പം രാവിലെ എനിക്ക് പഠിക്കും, കുട്ടി ഉറങ്ങുമ്പോൾ ശേഷം കുട്ടി എന്താണ് ഉറങ്ങിയ ശേഷം പഠിക്കുക, പിന്നെ ഇടയ്ക്ക് വീഡിയോ ഉം. ക്ലാസ്സുകൾ കാണുക. അതൊക്കെ ഒരു സെൽഫ് മോട്ടിവേഷൻ ആണ്. ഇത് കേൾക്കുന്നവർക്ക്, നിങ്ങൾ ഇതേ കണക്ക് ഫാമിലി ആയിട്ടുള്ള ജീവിക്കുന്ന ഒരാളെങ്കിൽ അവർക്ക് എന്താണെന്ന് ചിന്തിച്ചു കൊടുക്കുക. ഉള്ള സമയത്ത് പിടിച്ചാൽ ഒരു ആത്മകൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതെ, ഉദാഹരണമാണ് മാർക്ക് കിട്ടിയത്. നമുക്ക് അടുത്ത രീതി, നമ്മുടെ ഈ കൺഫർമേഷൻ വന്നതിന് ശേഷമുള്ള കണ്ട രീതി എങ്ങനെയായിരുന്നു? കുറച്ച് ഉഷാറായിരുന്നു അല്ലേ? അതെ, അതെ. കൺഫർമേഷൻ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു 2 months, അല്ല, 2 months ബാക്കാണ് കൺഫർമേഷൻ വന്നത്, എക്സാം കൺഫർമേഷൻ കൊടുക്കാനുള്ളത്. അപ്പൊ അതിനുശേഷമാണ് കാര്യമായിട്ട് കുറച്ചും കൂടെ ടൈം ഇരിക്കാൻ തുടങ്ങിയത്. ആം, അവൻ ഇപ്പൊ നാട്ടില് പോകുന്നതൊക്കെ കുറച്ച്, അങ്ങനെ ആ വീക്കെൻഡ്സും കൂടെ ഇതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. കൂടുതൽ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ചെയ്തു നോക്കാൻ തുടങ്ങി. മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ചും കൂടെ വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങി.
അപ്പൊ ലാസ്റ്റത്തേക്കൊക്കെ അങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ. റീഡിങ്സ് ഒക്കെ കുറച്ചു അവസാനമായപ്പോ. കാരണം കുറേ സ്റ്റോറി ചെയ്യാനായിട്ട് അത്രയും മെമ്മറി, എന്റെ കപ്പാസിറ്റി എന്നുള്ളത് നമുക്കറിയാലോ, നമ്മുടെ കപ്പാസിറ്റി എത്ര ഉണ്ടെന്നുള്ളത്. അപ്പൊ ആ പോയിന്റിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ പിന്നെ കുറെ, അതുപോലെ എനിക്ക് മെയിൻ ആയിട്ടും തോന്നിയത് റീഫ്രഷ് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ പഠിച്ചു പോയ കാര്യങ്ങള് അത് അവസാനം വരെ നമ്മുടെ മൈൻഡിൽ നിൽക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് റീഫ്രഷ് ചെയ്ത് നോക്കുക എന്നുള്ള ഒരു ഫാക്ട് ഉണ്ട്. അപ്പൊ അതാണ് മെയിൻ ആയിട്ടും ശ്രദ്ധിക്കേണ്ടത് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ മറന്നു പോവാതെ നിർത്തുക എന്നുള്ളതാണ് ഒരു ഫാക്ടർ. അതുപോലെ ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിലാണെങ്കിലും വെറ്റിനറി സയൻസിൽ നിന്നായിരുന്നു മേജർ ക്വസ്റ്റ്യൻസ് വന്നിരുന്നത്. അത് വെറ്റിനറി സയൻസിൽ നിന്ന് വളരെ ഡീപ്പായിട്ട് തന്നെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്രയും ഡീപ്പായിട്ടൊന്നും നമ്മൾ വായിച്ചിട്ടുമില്ല. നമുക്ക് ഈവൻ അതിനെപ്പറ്റി ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ പോലും അത്രയും ഉള്ള ഒരു നോളജ് നമുക്ക് ആ സബ്ജക്റ്റിൽ ഇല്ല. പക്ഷെ എന്നാലും മറ്റ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ മിസ്സാക്കാതെ സ്കോർ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. വെറ്റിനറി സയൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നതിന്റെ ഒരു ലിമിറ്റ് എന്തായാലും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞാനൊക്കെ ബയോടെക്നോളജി ആയതുകൊണ്ട് എനിക്ക് ഒട്ടും അത് ഫെമിലിയർ ആയിട്ടുള്ള കാര്യമായിരുന്നില്ല. അപ്പൊ എനിക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഏരിയകൾ അറ്റംപ്റ്റ് ചെയ്യാനാണ് കൂടുതൽ ട്രൈ ചെയ്തത് ക്വസ്റ്റ്യൻ പേപ്പറിലാണെങ്കിലും. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് ഭയങ്കര ടഫായിരുന്നു. കഴിഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് ആ പ്രിപ്പയർ ചെയ്ത് പ്രതീക്ഷിച്ചു പോയ അത്രയും നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള വിഷമായിരുന്നു പെട്ടെന്ന് തന്നെ നമ്മൾ തന്നെ ഹിറ്റ് ചെയ്തത്. അല്ലാതെ എല്ലാവർക്കും ടഫായിരിക്കും, കട്ട് ഓഫ് കുറയും, ഇതൊന്നും അല്ല നമുക്ക് ഹിറ്റ് ചെയ്തത്. നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള കാര്യമാണ്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ പിന്നെയാണ് എല്ലാവരും ടഫായിരുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പൊ പിന്നെ എത്രമാത്രം നെഗറ്റീവ് മാർക്കിംഗ് എത്രമാത്രം കുറയ്ക്കാന്നുള്ളതേ അവിടെ ചെയ്യാനുള്ളൂ. അത് ക്വസ്റ്റ്യൻ പേപ്പർ ടഫായിരുന്നു എന്ന് വിചാരിച്ച് ടെൻഷൻ, അന്ന് അങ്ങനെ ടെൻഷൻ അടിച്ചു ഞാനും. പക്ഷെ അതിൽ കാര്യമില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനനുസരിച്ച് കട്ട് ഓഫ് മാറി. എനിക്ക് തോന്നുന്നത് എക്സാം കഴിഞ്ഞപ്പോൾ ഒരിക്കലും 4-5 പ്രതീക്ഷ ഇല്ലായിരുന്നു അല്ലേ? ഇല്ല ഇല്ല ഇല്ല, എക്സാം കഴിയുമ്പോ ലിസ്റ്റിലേ ഉണ്ടാവുക തന്നെയുള്ള അത്രയും അത്രയും ബുദ്ധിമുട്ടായിരുന്നു. വെറ്റിനറി ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഭയങ്കര ഇലാബറേറ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അധികവും. മറ്റേ 1 or 2 ഓപ്ഷൻസ്, ഫുൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതായത് മോർ ദാൻ 50% സ്റ്റേറ്റ്മെന്റ് ടൈപ്പ്. അപ്പൊ നമുക്കൊന്ന് വായിച്ചെത്തുമെന്ന് പോലും അറിയില്ല ആ ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ള്. അങ്ങനത്തെ ഒരു ആ ഒരു 1.5 മണിക്കൂർ ആ ഒരു ടൈം എങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അറ്റ്ലീസ്റ്റ് വായിച്ചെങ്കിലും എത്തുമെന്നുള്ളത് തന്നെ ഒരു ടെൻഷൻ ആയിരുന്നു ആ ഒരു സമയത്ത്. അപ്പൊ അത് ലിസ്റ്റ് പക്ഷെ ആ അല്ല, അപ്പൊ പക്ഷെ പ്രിപ്പയർ ചെയ്ത കാര്യങ്ങള് അതാണ്. അപ്പൊ നമ്മൾ പാനിക് ആവാതെ നമ്മൾ പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻസിലോട്ട് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ്. കിട്ടാത്തതുമേ ടൈം ഇരുന്നാല് നമ്മൾ ഇരുന്നു പോകും. കാരണം വായിച്ചൊന്നും എത്തൂല. വലിയ ഉപദേശമാണ്. കാരണം നമ്മള് എല്ലാ കാര്യങ്ങളും വായിക്കുന്ന ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് വായിച്ച ചിത്രത്തിലേക്ക് എത്തുക. അല്ലാതെ ഇനി ബാക്കി വീണ്ടും അതെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അപ്പൊ അതിലേക്ക് അതെ സമയം അതെ സ്പീഡിൽ കിട്ടുക നടക്കുന്നില്ല. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച അതെ. കാര്യം, നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ ചെയ്ത് 1 മുതൽ 3 ചോദ്യം ഊഹിച്ചു നോക്കണം. എത്ര ഉം സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കണം. സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതെ. എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി ഇത്രയും സമയം കിട്ടത്തുള്ളൂ. അപ്പൊ അന്നൊരു എത്ര സമയം ഉം വേണം എന്ന് നമ്മൾ ഉം എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെന്റ് അല്ലാത്ത ആദ്യം ചെയ്തത് പോകണം. ഒരു സമയം ആദ്യം അതെ പറ്റും. അതെ പിന്നീട് നമുക്ക് സ്റ്റേറ്റ്മെന്റിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഓപ്ഷൻസ് എല്ലാത്തിലൊക്കെ എലിമിനേറ്റ് ചെയ്ത് കാര്യത്തിലേക്ക് വരണം. അതെ ഇങ്ങനെ സിസ്റ്റമാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും വിജയകരമായിട്ട് പലരും ഫോളോ ചെയ്യുന്നത് തന്നെ. അതെ അതെ അതല്ലാതെ അതല്ലാതെ പണ്ട് പി എച്ച് ഡിയുടെ ചോദ്യങ്ങൾക്ക് എന്ത് അറിയാം, ഒരു ചോദ്യം, ഒരു മാത്സിന്റെ ചോദ്യം തെറ്റിച്ച് തരും, ഓപ്ഷൻ തെറ്റിച്ച് തരും. ഉം ഉം ഇന്ത്യ ഉം. ഓപ്ഷൻ തെറ്റ് കാണത്തില്ല. ഈ ചിലപ്പോൾ എന്ത് അറിയോ, ഇതേ കൊണ്ട് ഇരിക്കും. 1 മണിക്കൂർ 1.5 മണിക്കൂർ ഈ തെറ്റിയ ക്വസ്റ്റ്യൻ കൊണ്ട് ഇരിക്കും. അവർക്ക് എവിടെ പോയി എന്ന് വെച്ചിട്ടിരിക്കും. ആ ആ ആ. മറ്റ് കളയുക, മറ്റ് നാട്ടിലേക്ക് പോവുക, നമുക്ക് അതെ സമയം അതെ. നാട്ടിലേക്ക് പോവുക. അതെ അപ്പൊ അതെ. അപ്പൊ നമ്മുടെ എക്സാം കഴിഞ്ഞു, 4ാം റാങ്ക് പ്രതീക്ഷിച്ചില്ല. പക്ഷെ പിന്നീട് മനസ്സിലായി എല്ലാം ടഫായിരുന്നു. ഒരു ലിസ്റ്റ് ഉം വന്നപ്പോൾ നമുക്ക് മനസ്സിലായി എക്സാം നമുക്ക് നല്ല മാർക്കുണ്ട്, വരുമെന്ന് പ്രതീക്ഷ വന്നു. പിന്നെ ഉം. ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, നമുക്ക് ഇന്റർവ്യൂ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ എനിക്ക് പൊതുവെ എളുപ്പമായിട്ടാണ് തോന്നിയത്. അതായത് എനിക്ക് തോന്നുന്നു ഞാൻ PhD കഴിഞ്ഞ ഒരാളാണ്. അപ്പൊ നമുക്ക് ഡിഫൻസ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. അതുപോലെ ഞാൻ മുന്നേ 1-2 ജോബൊക്കെ ചെയ്തിരുന്നു എന്റെ ഫീൽഡിൽ തന്നെ. അപ്പൊ അതെല്ലാം കുറച്ചും കൂടെ ഭയങ്കര ടഫ് ഇന്റർവ്യൂ ആയിരുന്നു ഇതിനെ വെച്ച് നോക്കുമ്പോ. അപ്പൊ അത് ഫേസ് ചെയ്ത് വന്നുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് ഈ ഇന്റർവ്യൂ പൊതുവെ നല്ലതായിട്ടാണ് തോന്നിയത്. വളരെ നല്ല ഇന്റർവ്യൂവേഴ്സ് വളരെ നല്ല സപ്പോർട്ടായിരുന്നു നമുക്ക്. അതായത് അങ്ങനെ ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുമ്പോൾ തന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാ ചോദിക്കുന്നത്. ചെന്നിരുന്നാൽ തന്നെ നമ്മളൊന്ന് കാം ഡൗൺ ആവും. അങ്ങനത്തെ ഇന്റർവ്യൂ പാനൽ ആയിരുന്നു. എനിക്ക് കേട്ടോ, എനിക്ക് എല്ലാവരുടെയും കാര്യം അറിയില്ല.
അതുപോലെ ക്വസ്റ്റ്യൻസും വളരെ ടു ദ പോയിന്റ് ആണ് ചോദിക്കുന്നത്. ഫുഡ് സേഫ്റ്റി എന്നുള്ളത് ആ സാർ ചോദിക്കും. പിന്നെ ഞാൻ ബയോടെക്നോളജി ആയതുകൊണ്ട് എനിക്ക് ജനറ്റിക്കിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. പിന്നെ കുറച്ച് റീസെന്റ് ആയിട്ട് ഉള്ള FSSAI-യുടെ കുറച്ച് റെഗുലേഷൻസിന്റെ മാറ്റമൊക്കെ ചോദിച്ചു. അങ്ങനെ ഒരു 5 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ, വളരെ കുറച്ച് സമയം കൊണ്ട്. പക്ഷെ അവർക്ക് ചോദിക്കേണ്ടതെല്ലാം അവർ ചോദിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂ പാനലും വളരെ നമുക്കും ഭയങ്കര പീസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഒരു സ്ട്രെസ് ഫാക്ടർ കയറും വരെ ഉണ്ടാവുള്ളൂ, കയറി കഴിയുമ്പോൾ ഭയങ്കര കൂളായി. അപ്പൊ ഇനിയിപ്പം എക്സാം കഴിഞ്ഞു, എക്സാമിന് ശേഷം ഇന്റർവ്യൂ വന്നു, ഇന്റർവ്യൂ ഏകദേശം ഹാപ്പി ആയിട്ടാണ് ഇറങ്ങി വരുന്നത് അല്ലേ? അതെ 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 അതെ. എക്സാമിനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇന്റർവ്യൂവിൽ ഹാപ്പി ആയിരുന്നു, ഹാപ്പി കാരണം എക്സാം ആയിരുന്നു. ഭയങ്കര ടഫ് ആയിരുന്നല്ലോ. അപ്പൊ ഇന്റർവ്യൂവിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് പറയാൻ പറ്റി എന്നുള്ളൊരു ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. അതെ അതെ, ഇപ്പൊ എനിക്ക് മനസ്സിലായി. അത് നന്നായിട്ട് പഠിച്ചിട്ട് നമ്മളെ ഒരു മാക്സിമം നമ്മുടെ കോൺഫിഡൻസ് ഇട്ട് നമ്മളിപ്പോ എക്സാം എഴുതി. പക്ഷേ അതെ എക്സാം അതെ അതെ എഴുതുമ്പോൾ ഹാപ്പി, എക്സാം എഴുതുമ്പോൾ ഹാപ്പി അല്ലായിരുന്നു. അതെ പിന്നീട് അതെ ലിസ്റ്റ് വന്നപ്പോൾ കുറച്ച് ഹാപ്പി ആയി. ഇന്റർവ്യൂ ഉം കഴിഞ്ഞപ്പോൾ ഹാപ്പി ആയി, കാരണം നമുക്ക് പറയാൻ പറ്റിയല്ലോ. പിന്നെ അതെ ഇന്നലെയല്ല മെനഞ്ഞാന്നാണ് നമ്മൾ ഒരു ദിവസം പറഞ്ഞത്. കാരണം എന്താ, റാങ്ക് ലിസ്റ്റ് വന്നു. ഇപ്പൊ 4 അതെ റാങ്ക് ഒരുപാട് സന്തോഷമായി അല്ലേ? അതെ. ആ, 4 റാങ്ക് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ സ്ക്രോൾ ചെയ്തിട്ട് എനിക്ക് ആദ്യം ഗ്രൂപ്പിൽ ഇങ്ങനെ നമ്മുടെ ലിസ്റ്റ് വന്നു എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിലാണ് മെസ്സേജ് വരുന്നത്. അപ്പൊ അത് തുറന്നിട്ട് ഞാൻ ആദ്യം സെക്കൻഡ് പേജിലേക്ക് സ്ക്രോൾ ചെയ്ത് പോകുന്നത്. അപ്പൊ പിന്നെ പേര് കാണുന്നില്ല. അപ്പൊ പിന്നെ പിന്നെയും മേലേക്ക് നോക്കുമ്പോഴാണ് 4ാം റാങ്കില് പേര് കാണുന്നത്. അപ്പൊ സന്തോഷായി. നമ്പറൊക്കെ ഒന്നും കൂടെ വെരിഫൈ ചെയ്തു. എന്റെ ഞാൻ എന്റെ ആദ്യം ആരെയും വിളിച്ച് പറഞ്ഞു, ഹസ്ബൻഡ് ആണോ നോക്കുന്നത്. ആദ്യം ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു. കാരണം അത് ഹസ്ബൻഡും എന്റെ അടുത്ത് ഞാന് അദ്ദേഹം എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. സപ്പോർട്ട് ഇൻ ദി സെൻസ്, അദ്ദേഹം ഒരു ഓവർ തിങ്ക് ചെയ്യുന്ന ആളാണ്. സോ ഭയങ്കര ക്രിട്ടിക്കൽ അനാലിസിസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് ഈവൻ എക്സാം കഴിഞ്ഞാല് ഇപ്പൊ പാരന്റ്സിനെ വിളിച്ചാലും അവര് ജസ്റ്റ് സാരമില്ല പോട്ടെ എന്നൊക്കെ പറയും. അങ്ങനെയാണ് പറയാ പൊതുവെ. പക്ഷെ ഹസ്ബൻഡ് കറക്റ്റ് ആയിട്ട് ടു ദ പോയിന്റ് കാര്യം പറയും. അപ്പൊ എക്സാം കഴിഞ്ഞപ്പോഴും ഞാൻ ആദ്യം വിളിച്ചത് ഹസ്ബൻഡ് തന്നെയാണ്. ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴും ആദ്യം വിളിച്ചത്, അതുപോലെ തന്നെ റിസൾട്ട് അറിഞ്ഞപ്പോഴും ആദ്യം വിളിച്ചത് അദ്ദേഹത്തെ തന്നെയാണ്. അമ്മയച്ചനെ വിളിച്ച് പറഞ്ഞായിരുന്നു പിന്നെ. പിന്നെ അമ്മയത്തിനെ അത് കഴിഞ്ഞ് വിളിച്ച് പറഞ്ഞു. അതെ അതെ അതെ. അവര് രണ്ടുപേരും ഗവൺമെന്റ് സർവീസിലുള്ള ആൾക്കാരായിരുന്നു, എന്റെ അമ്മയും പപ്പയും. അപ്പൊ അവർക്ക് രണ്ടുപേർക്ക് ഞാൻ +2 കഴിഞ്ഞ കാലം തൊട്ടേ ഞാൻ PSC എഴുതണം, PSC ഗവൺമെന്റ് സർവീസിൽ കയറണം കയറണം എന്ന് തന്നെയായിരുന്നു. അപ്പൊ എനിക്കാണെങ്കിലും എന്റെ ഇൻട്രസ്റ്റ് വേറെ ആയിരുന്നു. അപ്പൊ അവര് പിന്നെ എന്നെ വല്ലാണ്ട് കമ്പൽ ചെയ്തില്ല. പിന്നെ ഇപ്പൊ നമ്മുടെ ജീവിതം മാറി, പ്രയോറിറ്റീസ് മാറി. അപ്പൊ ഇപ്പോഴാണ് എനിക്കിത് ട്രൈ ചെയ്യാൻ തോന്നിയത്. അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷം. അവർ രണ്ടുപേരും ഇപ്പൊ റിട്ടയർ ആയി. അപ്പൊ എനിക്ക് തോന്നുന്നു, എനിക്ക് പ്രിൻസിയെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഇത് ഓർമ്മ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മുടെ ജൂനിയർ സെക്കൻഡ് ജസ്റ്റ് ഫസ്റ്റ് റാങ്ക് കിട്ടിയ ലിനോപുരികളാണ്. അതെ 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 അതെ. ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എന്റെ മുന്നിൽ സാറേ ലാസ്റ്റ് പരീക്ഷയായിരുന്നു അത്, LPC ആയിരുന്നു. എനിക്ക് ഉം അത് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു, അത് 1ാം റാങ്ക് കിട്ടി. അപ്പൊ ഉം 1ാം റാങ്ക് കിട്ടിയത് സത്യം പറഞ്ഞാലേ ഞാൻ ഞങ്ങളുടെ ഫസ്റ്റ് 1ാം റാങ്കാണ്. നമ്മൾ അറിയുന്നില്ല 1ാം റാങ്ക് നമ്മളെ ഫസ്റ്റ് അക്കാഡമിക് ആണ്. ഒരുപാട് പേര് ജോയിൻ ആഹാ. ചെയ്തിട്ടുണ്ട്. എന്റെ സുഹൃത്തിന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് ഇങ്ങോട്ട് വിളിച്ച് പറയാണ്, നിങ്ങളുടെ സ്ഥാപനത്തിലാണ് 1ാം റാങ്ക്. 1ാം റാങ്ക് മാത്രം അതേ ഓഫീസർ 7ാം റാങ്ക് ഉണ്ടാവും. പിന്നീട് ഉം ഉം നോക്കിയപ്പോഴാണ് 2, 3 എല്ലാം നമുക്ക് കിട്ടുന്ന അറിയുന്നത്. അദ്ദേഹത്തിന്റെ ഉം സന്തോഷമാണ് ഇത്. അപ്പം ഉം 4ാം റാങ്കാണ് ഉറപ്പായിട്ടും ആ സർവീസ് തന്നെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉം പിന്നെ ഈ പുതുതായിട്ട് ഇപ്പൊ എന്തായാലും 1.5 വർഷം കഴിയുന്നു, വീണ്ടും അടുത്ത ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, അതെ. ഇത് കുട്ടികൾക്ക് എന്താണ് ഉപദേശം കൊടുക്കാനുള്ളത്? ഒരു എന്തൊരു ഒപ്പീനിയൻ ആണ്, എന്താ അഭിപ്രായങ്ങളൊക്കെ പറയാൻ പറ്റുമോ? എങ്ങനെ പഠിക്കും? എനിക്ക് തോന്നുന്നു എക്സാം എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഗോള്. അത് കഴിഞ്ഞ് ബാക്കിയൊക്കെ സ്മൂത്ത് ആയിട്ട് പോകുന്നതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ട് നമുക്കായിട്ടൊരു സ്വന്തമായിട്ടൊരു മോട്ടിവേഷൻ എപ്പോഴും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നമ്മളതിനെ പുഷ് ചെയ്യാൻ എപ്പോഴും ഒരാൾ പുറകെ, അല്ലെങ്കിൽ ഒരു ഫാക്ട് പുറകെ ഉണ്ടായിന്ന് വരില്ല. നമ്മൾ അതിനു വേണ്ടി നമ്മൾ എപ്പോഴും കാരണം എപ്പോഴും നമുക്ക് ഒരു മോട്ടിവേഷൻ പോയിന്റ് എപ്പോഴും ഉണ്ടായിക്കോണമെന്നില്ല. മനുഷ്യനല്ലേ. അപ്പൊ എപ്പോഴും ചിലപ്പോ കുറച്ച് ദിവസം കഴിയുമ്പം നമുക്ക് ആ ഒരു ആദ്യത്തെ ആ ഒരു ഹൈ ഉണ്ടായിക്കോണമെന്നില്ല, അത് താഴേക്ക് പോകും. അപ്പൊ നമ്മൾ എപ്പോഴും ആ ഒരു ലാസ്റ്റ് ഗോൾ എപ്പോഴും മനസ്സിൽ വെക്കുക. ഞാനത് എന്തിന് ഞാൻ ഇതിന് വന്നു, ഞാൻ ക്രാക്ക് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും എന്നുള്ളത് എപ്പോഴും മനസ്സിൽ വെക്കുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യം ഇഷ്ടമുള്ളത് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി. ഇത് നിങ്ങൾക്ക് ഇതാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആരും പുഷ് ചെയ്തില്ലെങ്കിലും നമ്മൾ അതിനു വേണ്ടി ട്രൈ ചെയ്യും. ആ ട്രൈ കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ തന്നെ ഞാനിപ്പം ഒരു കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ കാരണം എനിക്ക് ഒന്നും കൂടെ ഫോക്കസ്ഡ് ആവാനാണ്. അതായത് ഞാൻ റീഡ് ചെയ്താൽ കുറെ ഇലാബറേറ്റ് ആയിട്ട് ഇരുന്ന് റീഡ് ചെയ്യും. അപ്പൊ അത്രയൊന്നും ആവശ്യമില്ല. നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പം അതിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സിലബസ് ഉണ്ടാവും. അതിലേക്ക് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടി വരും.
അപ്പൊ ഒരു കോച്ചിങ് സെന്ററിൽ നമുക്ക് ജോയിൻ ചെയ്താൽ അവർ ഇതൊക്കെ ഒന്നും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് തരുന്ന ക്ലാസ്സസും അങ്ങനത്തെ കോച്ചിങ് ആയിരിക്കും അവർ തരിക. അപ്പൊ നമ്മൾക്കും കുറച്ചും കൂടെ ഇത്ര വായിച്ചാൽ മതി, ഓക്കെ ഇവിടെ നമ്മൾ നിർത്തണം, അങ്ങനെയുള്ള ഒരു ഐഡിയ കിട്ടും. അതിന് വേണ്ടിയിട്ട് കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുന്നത് തന്നെ നല്ലത്. പിന്നെ ഇപ്പൊ ഭയങ്കര കോമ്പറ്റേറ്റീവ് ആണ് വേൾഡ്. എല്ലാവരും എല്ലാവരും പഠിച്ച ആൾക്കാരാണ്, എല്ലാവർക്കും ഡിഗ്രികളുണ്ട്. ഇപ്പൊ ഇതിൽ തന്നെ ഡോക്ടേഴ്സ്, എല്ലാ സ്ട്രീമിലെ ഡോക്ടേഴ്സും ഇതിന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെല്ലാം ഓൾറെഡി ഒരു ഒരു നീറ്റ് ക്രാക്ക് ചെയ്തിട്ടാണ് ഒരു MBBS അല്ലെങ്കിൽ ഒരു BAMS ഒക്കെ അതിനൊക്കെ പോകുന്നത്. അപ്പൊ അവരൊക്കെ ഓൾറെഡി അതൊക്കെയാണ് എന്നെ എന്നെ ഇത് ചെയ്യിപ്പിച്ച ഫാക്ടേഴ്സ്. കാരണം ആ കുട്ടികളുടെ കൂടെയാണ് ഞാൻ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എനിക്കിപ്പം മോന്റെ കൂടെ കുറച്ച് സമയം, ഇപ്പൊ ഫാമിലി ഉള്ള ഒരു കാര്യം ഞാൻ പറയണം, മോന്റെ കൂടെ അതെനിക്ക് നല്ലതായിട്ടാണ് വന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അവന്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നും ഇപ്പൊ ഫാമിലി ഇല്ലാത്ത ഒരാള് ഈ ടൈം കൂടെ പഠിക്കുന്നുണ്ടാവും, ഞാൻ അവന്റെ കൂടെ കളിക്കുകയാണ്. അപ്പോ എനിക്കപ്പോ എക്സ്ട്രാ ടൈം ഞാൻ കണ്ടുപിടിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഏർലി മോർണിംഗ്സും ലേറ്റ് നൈറ്റ് ഒക്കെ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്തത്. കാരണം ബാക്ക് ഓഫ് ദ മൈൻഡ് നമ്മൾ ആരോടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്, നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ, നമ്മുടെ പുറത്ത് ഇഷ്ടം പോലെ ഇപ്പം പേപ്പറിൽ വന്ന് 36,000-ഓളം അപ്ലിക്കൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇതിന് അപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്ത സമയത്ത്. അപ്പൊ ആ 36,000 പേര് എന്നെക്കാട്ടിലും മികച്ചവരാണ് എന്തായാലും. അപ്പൊ അവരോട് കോമ്പീറ്റ് ചെയ്യുമ്പോ ഞാനും കുറച്ച് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇങ്ങനെ ഉണ്ടാവും ഉള്ളില്. നമ്മളിങ്ങനെ ഓരോ ടൈം ഫ്രീ ടൈമായിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ എൻഗേജ്ഡ് ആവുമ്പോ ആ ടൈം പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും വീട്ടിലിരുന്നിട്ട്. അപ്പൊ അതെപ്പോഴും നമുക്കൊരു ചിന്ത ഉണ്ടാവും, നമ്മളൊരു സാധാ ലോകത്തല്ല ഇപ്പൊ ജീവിക്കുന്നത്. പണ്ടത്തെ പോലെ എന്റെ പാരന്റ്സിന്റെ ടൈമിലൊന്നും ഇത്രയും കോമ്പറ്റീഷൻ ഇല്ല ഒരു PSC ഗവൺമെന്റ് ജോബ് കിട്ടാൻ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ +2 കഴിയുമ്പോ തന്നെ കുട്ടികൾ PSC കോച്ചിങ്ങിന് പോകുന്നു. അങ്ങനെ ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ടുള്ള കുട്ടികളാണ് ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുന്നത്. അപ്പൊ അവർക്കായിട്ട് ഇപ്പൊ ഞാനായിട്ട് ഒരു സ്പെഷ്യൽ മോട്ടിവേഷൻ കൊടുക്കേണ്ട കാര്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്നെക്കാട്ടിലും നല്ല കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ കുഞ്ഞുണ്ടായതുകൊണ്ട് രണ്ട് സമയമെടുത്തു. ഒന്ന് ഈ കുഞ്ഞു ഉറങ്ങുന്ന മെജോറിറ്റി രാവിലെയും ശേഷവും ലേറ്റ് നൈറ്റും മോർണിംഗും. അപ്പൊ ഇത് എല്ലാവർക്കും ഞാൻ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. പലരും പറയും സാറേ ജോലിയുണ്ട് അല്ലെങ്കിൽ മക്കളന്മാരുണ്ട് ജോലി നോക്കണം എന്നൊക്കെ പറയുന്നത് ഇത് ഈ ഒരു വാക്കുകൾ വലിയ കാര്യം തന്നെയാണ്. നമുക്ക് ജോലി കിട്ടണമെന്ന ആഗ്രഹം മാത്രം നല്ലപോലെ മനസ്സിൽ കിട്ടുന്നതാണ്. അതെ അതെ എനിക്ക് ഞാനേ ഉള്ളൂ, ഞാൻ പഠിച്ചാലേ ഇഷ്ടമുള്ളൂ. 36,000 പേര് അതെ ഇവിടെ മത്സരിക്കുന്നുണ്ട്. അതെ സമയം അപ്പൊ ഞാനത് പഠിക്കണം. എനിക്ക് കുഞ്ഞുണ്ട്, സാഹചര്യത്തിലാണ്. എന്നാൽ തന്നെ നമുക്ക് പഠിച്ചേ പറ്റത്തുള്ളൂ. ഇപ്പൊ രാവിലെ എണീറ്റ് പഠിക്കുന്നു, രാത്രി പഠിക്കും, കിടക്ക് ഹെഡ്ഫോൺ വെച്ച് കാണുന്നു. അപ്പൊ ഇത് വലിയ കേസ് തന്നെയാണ്. മറ്റുള്ളവർക്കും പഠിച്ച ജോലി കിട്ടും. ഓക്കെ, അത് വലിയ അതെ കാര്യം തന്നെയാണ്. അത് തന്നെ എനിക്കും പറയാനുള്ളത്. എനിക്ക് കിട്ടുവെച്ചാൽ എല്ലാവർക്കും കിട്ടുന്നേ ഞാൻ അതെ പറയുള്ളൂ. കാരണം അതെ അത്രയും ഞാൻ അത്ര കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്ത് ഇതുവരെ വന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് ഇത് കിട്ടിയിച്ചാല് ആർക്കും ട്രൈ ചെയ്യാം, ആർക്കും കിട്ടുന്നേ ഞാൻ പറയുള്ളൂ. അത്രയും ഈസി ആണല്ല, അത്രയും ഹാർഡ് വർക്ക് ചെയ്താൽ എന്തായാലും കിട്ടും. ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആയിരിക്കും, പക്ഷെ നമ്മൾ പ്രിപ്പയർ ചെയ്തത് നമ്മൾ 100% കൊടുക്കാൻ നോക്കുക. എന്നിട്ടും ഞാൻ എന്റെ 2 ക്വസ്റ്റ്യൻസ് എനിക്ക് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി പേപ്പർ നോക്കിയപ്പോഴാണ് അയ്യോ ഇത് എനിക്ക് അറിയുന്നതായിരുന്നു, ഞാൻ തെറ്റിച്ചു എന്ന് എനിക്ക് തന്നെ മനസ്സിലായത്. അപ്പൊ അതും സംഭവിക്കും. എത്ര പോയാലും നമ്മൾ മനുഷ്യരാണ്, മിസ്റ്റേക്സ് ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഹാർഡ് വർക്കിന് എവിടെയെങ്കിലും ഒരു 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 പ്രൈസും നമുക്ക് ഒരു 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 ഇത് നമുക്ക് കിട്ടും. ഇത് നമ്മള് 50 3 ലക്ഷം കിട്ടുന്നുണ്ട് മാസ്റ്റർ കെ അക്കാഡമി. 50 3 ആ ലക്ഷം ആ അപ്പൊ ചെയ്ത് നോക്കിയിട്ടുണ്ടോ നമ്മൾ? അത് നല്ലതായിരുന്നു. അത് ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടായിരുന്നല്ലോ, ഓരോരോ ഇത്ര ഇത്ര ടോപ്പിക്സ് വെച്ചിട്ട് പഠിച്ചിട്ട്. അപ്പൊ അത് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് അപ്പൊ നമ്മൾ ആ സബ്ജക്ട്സ്, അതായത് ആ ക്വസ്റ്റ്യൻസിൽ കൂടെ പോകുമ്പോൾ നമ്മൾ ആ ടോപ്പിക് ഒന്നും കൂടെ റിവൈസ് ചെയ്യണ പോലെയാണ്. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ ആണ് കിട്ടാത്തത്, അപ്പൊ അത് ഞാൻ ഒന്നും കൂടെ നോക്കും. മറന്നു പോകും, ഒബ്വിയസ്ലി മറന്നു പോകുമല്ലോ, നമ്മള് എല്ലാം കൂടെ ഓർത്ത് വെക്കാൻ പറ്റില്ല. അപ്പൊ കുറെയൊക്കെ ഞാനിങ്ങനെ എഴുതിയിടുമായിരുന്നു. ഇങ്ങനെ സ്കെച്ചിലൊക്കെ എഴുതിയിടും. അപ്പൊ ഇങ്ങനെ ഇടയ്ക്ക് റിവൈസ് ചെയ്യും. പിന്നെ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റീഡ് ചെയ്യും. ഇപ്പൊ രാത്രി കിടക്കുമ്പോഴാണെങ്കിലും ഒക്കെ അങ്ങനെ ഫോൺ ഉണ്ടല്ലോ ഇപ്പൊ, അപ്പൊ ഫോണിൽ അതിങ്ങനെ നോക്കിക്കൊണ്ട് കിടക്കും. അങ്ങനെയൊക്കെ ചെയ്തിട്ട് തന്നെയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ വലിയൊരു ഹെൽപ്പാണ്. കാരണം ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷന് പ്രത്യേകിച്ച്, കാരണം നമുക്ക് ഈ റീഡ് ചെയ്ത കാര്യങ്ങളൊക്കെ പിന്നെയും റീഡ് ചെയ്യാനൊന്നും ടൈം ഉണ്ടാവില്ല. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടെ പോകുമ്പോ ആ ഒരു കിട്ടാത്തത് മാത്രം ഒന്നും കൂടെ നോക്കി ഒന്നും കൂടെ റിവൈസ് ചെയ്ത് അതിന് ഒബ്വിയസ്ലി അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മോഡലിന് ലാസ്റ്റത്തെ മോഡൽസും ലാസ്റ്റത്തെ കുറെ എക്സാം മോഡൽസ് ഉണ്ടായിരുന്നു, അതും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോഴും എനിക്ക് സന്തോഷമുള്ള നമ്പർ വന്നത് സെയിം ആയിപ്പോയി. 4ാമത്തെ മാച്ച് ജോലി 4ാമത്തെ റാങ്ക് കിട്ടി അല്ലേ? അത് വളരെ കോയിൻസിഡൻസ് ആയിപ്പോയി. ഓക്കെ, നമുക്ക് സന്തോഷം. ജീവിതത്തിൽ എല്ലാവിധ ഭാവങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നീട് താങ്ക് യു സർ.
ഒരു കാര്യം കൂടെ പറയട്ടെ, ഞാൻ എപ്പോഴും ഇന്റർവ്യൂ പറയുന്നത് നിങ്ങൾക്ക് ജോലി ഉറപ്പായിട്ട് കിട്ടും. ഇനിയുള്ള കാലയളവിൽ നിങ്ങൾ അറിയപ്പെടുന്ന തന്നെ ഭാവി അറിയപ്പെടുന്ന തന്നെ സേഫ്റ്റി ഓഫീസർ തന്നെയാണ് അല്ലേ? ഒരു സാമൂഹ്യ ഉം, സേവനം ശമ്പളം കിട്ടുന്നെങ്കിലും ഒരു സോഷ്യൽ വർക്ക് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അവിടെ ഏറ്റവും ബെസ്റ്റ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കും. നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റ് ചെല്ലുമ്പോൾ ബെസ്റ്റ് സേഫ്റ്റി ഓഫീസർ അല്ലെങ്കിൽ ആ ഒരു നല്ല പെർഫോമൻസ് ആണ്, അല്ലെങ്കിൽ ഉം, സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള സൊസൈറ്റിക്ക് നല്ല ചെയ്യുന്നതാണ് ഈ ഉം. അങ്ങനെയാണെന്ന് പറയിപ്പിക്കണം. കാര്യം നമ്മള് ഈ ഒരു കാലഘട്ടം കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാവത്തില്ല. ഈ ഉം, ഈ ഉണ്ടാവുന്നത് നമ്മളിപ്പോൾ നല്ല ഓർമ്മ ഉണ്ടാവട്ടെ ഇത് നമ്മൾ ചെയ്യണം. ഉം. നമ്മുടെ ഈ സ്ഥാപനം മാസ്റ്റർ കെ അക്കാഡമി സ്ഥാപനം നമ്മൾ നാളെ ഈ സ്ഥാപനം അറിയപ്പെടുന്നത് എന്തായിരിക്കണം എന്നാണ് പഠിക്കുന്ന കുട്ടിക്ക് ജോലി കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരുപാട് ഒരുപാട് പ്രാർത്ഥന ഉണ്ടാവട്ടെ. അതായത് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയട്ടെ, നല്ലൊരു ആയി മാറാൻ കഴിയുന്നു ആത്മാവ് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഇനി താങ്ക് യു സർ. ഒരു കാര്യങ്ങൾ നമ്മുടെ സ്റ്റുഡൻസ് 20 സ്റ്റുഡൻസിനോട് മാസ്റ്റർ കെ അക്കാഡമി സജസ്റ്റ് ചെയ്തേക്കാം. അതായത് എന്താണ് അഭിപ്രായമുള്ള കാര്യം? കോച്ചിങ്ങിന് ഞാനിപ്പം ജോയിൻ ചെയ്തത് എനിക്ക് നല്ല ക്ലാസ്സസ് ആയിട്ടാണ് തോന്നിയത്. അതായത് വളരെ എല്ലാം കവർ ചെയ്തിട്ട് ഒരു ടോപ്പിക്കിനെ പറ്റി എന്തൊക്കെ കവർ ചെയ്യണോ അതെല്ലാം കവർ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് വളരെ വളരെ ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അതായത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരു കാര്യത്തിനെ പറ്റി പറഞ്ഞു കൊടുക്കാം നമുക്ക്, പക്ഷെ ഈസി ആയിട്ടും നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പൊ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും ആ ഒരു കോൺസെപ്റ്റ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇതിന് ബേസിക്സ് ഈ ഡയറി ടെക്നോളജി ഒന്നും എനിക്ക് ഒട്ടും അറിയാത്തതാ. അപ്പൊ അതിന്റെ ബേസിക്സ് തൊട്ടിട്ട് എല്ലാം നമുക്ക് മനസ്സിലാവുന്ന രീതിക്ക് തന്നെ ക്ലാസ്സുകൾ ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ എല്ലാത്തിന്റെ ക്ലാസ്സസും എനിക്കിപ്പം വെറ്റിനറി സയൻസ് നല്ലതായിരുന്നു. വെറ്റിനറി സയൻസിന്റെ മാം നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. കാരണം ആ ക്ലാസ് തന്നെ കേട്ടാൽ മതി. പിന്നെ നമുക്ക് പിന്നെ അതിന് പഠിക്കാനായിട്ട് വേറെ ഇരിക്കണമെന്നില്ല. ആ ക്ലാസ് കേട്ടാൽ തന്നെ നമുക്ക് ഏകദേശം അതിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ ആ ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യുമ്പോൾ അത് തറവാവും. അങ്ങനെ അങ്ങനെ എനിക്ക് കുറെയൊക്കെ ഞാൻ ലേണിംഗ് ത്രൂ ഹിയറിംഗ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഇങ്ങനെ കേട്ട് 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 വായിക്കാനുള്ള സമയം കേട്ട് 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 പഠിക്കണം. അപ്പൊ മാമിന്റെ ക്ലാസ്സസ് എസ്പെഷ്യലി അതിന് ദി ബെസ്റ്റ് എന്ന് പറയുന്ന ക്ലാസ്സസ് ആയിരുന്നു. പിന്നെ ഡയറി ടെക്നോളജി കിരൺ സാറിന്റെ ക്ലാസ്സസ് നല്ലതായിരുന്നു. സാർ ഈ പറഞ്ഞ മാതിരി എല്ലാം ടു ദ പോയിന്റ്. ഓക്കെ, ഫ്രീസിംഗ് പോയിന്റ് ഓഫ് മിൽക്ക് അത്ര അങ്ങനെ അങ്ങനെ എല്ലാം ടു ദ പോയിന്റ്, നമുക്ക് എന്താണ് ആവശ്യമുള്ളത് അങ്ങനെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരുന്നു കിരൺ സാറിന്റെ ക്ലാസ്സസും. പിന്നെ അങ്ങനെ അങ്ങനെ എനിക്ക് ഈ രണ്ട് ക്ലാസ്സാണ് എടുത്തു പറയാനായിട്ട് തോന്നിയിട്ടുള്ളത്. ഈവൻ എനിക്ക് ആ രണ്ട് സാറുമാർക്കും മാമിനും സാറിനും മെസ്സേജ് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിക്കും അവർക്ക് തിരക്കല്ലേ ആവുക, വെറുതെ എന്റെ മെസ്സേജ് നോക്കാനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പം പിന്നെ അവരും ജോലിയുള്ളവരൊക്കെ അല്ലേ. അതെ അതെ. ഉം. ആ, ഓക്കെ അപ്പം ഓക്കെ. നല്ല ക്ലാസ്. നമുക്ക് പുതിയ സ്റ്റുഡൻസിനോട് എന്താണ് റിക്വസ്റ്റ് പറയാനുള്ളത്? പുതിയ കുട്ടികളോട് അവര് എന്തിനാ വന്നേന്ന് വെച്ചാൽ അത് ചെയ്യുക, അത്രേ ഉള്ളൂ. എന്തിനാണ് അവര് ജോയിൻ ചെയ്തത് അത് 100% കൊടുത്ത് ചെയ്യുക. ഇവിടെ കിട്ടിയില്ലെങ്കിലും വേറെ എവിടെയെങ്കിലും അതിനുള്ള ഫലം കിട്ടും. ഇവിടെ കിട്ടിയില്ല എന്ന് വെച്ച് വിഷമിക്കാനും ഇല്ല. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അത് ഉപകാരത്തിലേ വരുള്ളൂ. ഒരിക്കലും അത് താഴേക്ക് എന്താ പറയാ, നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് അതുകൊണ്ടൊന്നും ഉണ്ടാവില്ല. ഞാൻ മാസ്റ്റർ കീ അക്കാഡമിയിലാണ് ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ കോഴ്സിന് വേണ്ടി ജോയിൻ ചെയ്ത് പഠിച്ചത്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും കോഴ്സുകൾക്ക് പഠിച്ച് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇവിടെ തന്നെ ജോയിൻ ചെയ്ത് പഠിക്കുക. ബെസ്റ്റ് കോച്ചിങ് ആണ്, നല്ല ടീച്ചേഴ്സ് ആണ്, നല്ല റിസർച്ച് ടീം ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവരുടെ പുറകിൽ ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ അംബീഷൻസ് ഒക്കെ ഫുൾഫിൽ ചെയ്യാനായിട്ട് മാസ്റ്റർ കീ അക്കാഡമി നിങ്ങളെ എന്തായാലും ഹെൽപ്പ് ചെയ്യും.